നിങ്ങൾ ഹലുവ ഇഷ്ടമുള്ളവരാണോ? ആണെങ്കിലും അല്ലെങ്കിലും ഈ ഒരു റെസിപ്പി ഒന്ന് കണ്ടു നോക്കിട്ടോ. എനിക്ക് ഹലുവ തീരെ ഇഷ്ടമില്ലാത്ത സാധനമാണ്. പക്ഷേ കറുത്ത ഹലുവ ആണെങ്കിൽ ഞാൻ കഴിക്കട്ടോ. അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ. മറ്റുള്ള കളറുകളുള്ള ഒരു ഹലുവ ഞാൻ കഴിക്കലില്ല. അപ്പം ഈ ഹലുവക്ക് എന്താ കളറില്ലേ നിങ്ങൾ വിചാരിക്കും. ഇതിലങ്ങനെ കളറ് മൈദ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒക്കെ ഹെൽത്തി ആയിട്ടുള്ള സാധനം. അപ്പം മധുരം പഞ്ചസാര ഹെൽത്തി ആണോ എന്ന് ചോദിക്കും. ചെറിയൊരു വിട്ടുവീഴ്ച നമുക്ക് ചെയ്താലോ. സ്റ്റവ് ഓൺ ചെയ്യുന്നതിൻ്റെ മുന്നേ പാനിലേക്ക് ഈ ഒരു കപ്പിനാണ് ഞാൻ അരിപ്പൊടി എടുത്തിട്ടുള്ളത്. ഇത് വർക്കൊന്നും ചെയ്യാത്ത സാധാരണ അരിപ്പൊടിയാണ് കേട്ടോ. ഈ ഒരു കപ്പാണ് ഞാൻ അളവിനെടുത്തത്. ഇത് തന്നെയാണ് ബാക്കിയുള്ള എല്ലാ മെഷർമെൻറ്റും ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കളർ ആഡ് ചെയ്യാൻ മടിച്ചിട്ട് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിക്കാനുള്ളതിലേക്ക് അത് ബീട്രൂട്ടിൻ്റെ ചെറുതായിട്ടുള്ള ജ്യൂസ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു കളറിന് വേണ്ടിയിട്ട് അങ്ങനെ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയമൊന്നും സ്റ്റവ് നമ്മൾ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഫുള്ളും മിക്സായി കഴിയണവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ. ഒരു സ്പാച്ചിൽ വെച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴേ പാനൊന്ന് വലുതാക്കിയതിനും ചെറുതായിട്ടൊരു തോന്നായിക ഇല്ല കേട്ടോ. ഏതായാലും ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് തിക്നെസ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾക്കത് മിക്സ് ചെയ്തെടുക്കട്ടോ. അങ്ങനെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കുറച്ച് ഏലക്കായപ്പൊടി ഒരു ഫ്ലേവറിനും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും മിക്സിങ് തുടങ്ങാം. പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ പരിപാടികൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി വേറെ പണിയൊന്നുമില്ല, ഇരുന്ന് അങ്ങോട്ട് ഇളക്കുക തന്നെ. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിങ്ങനെ കുറുകി വരുന്നവരെ ഇളക്കുക. അപ്പം കുറച്ചങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കുറുകി വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കണം. ഇതിൻ്റെ നെയ്യിൻ്റെ ബോട്ടിൽ ഇഞ്ഞൊരു മൂട്ടിൽ മാത്രമേ നെയ്യുള്ളൂ. കിടക്കട്ടെ, ഉള്ള നെയ്യ് അവിടെ ഇട്ടിട്ട് ബാക്കി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താ ചാട്ട് കൊടുത്തോളി. ഡാൽഡ എനിക്ക് വലിയൊരു താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒഴിവാക്കിയത് കേട്ടോ. അപ്പം വെളിച്ചെണ്ണയും നെയ്യുമാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പം ഇതിൻ്റെ കളറൊക്കെ അങ്ങനെ ചെറുതായിട്ട് മാറി വരുന്നുണ്ട് കേട്ടോ. അല്ല, ഇതൊരു പ്ലെയിൻ അലുവായാൽ ശരിയാവില്ലല്ലോ. ഇടയ്ക്ക് കടിക്കാൻ അവിടെ ഇവിടെ ഓരോന്ന് വേണ്ടേ. അപ്പം കുറച്ചെന്നെ അടിച്ചെടുത്ത് വന്നിട്ട് കുത്തിപ്പിടിച്ച് കയ്യിൽ പൊടിയാത്തതൊക്കെ കൈ കൊണ്ടൊക്കെ പ്രസ് ചെയ്ത് ഇതിൻ്റെ ഇടയിലേക്ക് ഇട്ട് കൊടുത്ത്. കാരണം ഇത് അടി പിടിക്കരുതല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ചെയ്ത പണിയാണ്. അങ്ങനെ കൈ കൊണ്ടൊക്കെ ഒന്ന് വിതറിയിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും തുടങ്ങി നമ്മൾ ഇളക്കൽ പരിപാടി. ഇതിനിടയിൽ ഞാൻ പാൻ മാറ്റിയത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? ആദ്യത്തെ പാൻ വലിപ്പം പോരാഞ്ഞപ്പോൾ ഞാനതുകൊണ്ട് വലിയതിലേക്ക് മാറ്റിയാണ് കേട്ടോ, ഇളക്കാനുള്ളൊരു സൗകര്യത്തിന്. അങ്ങനെ ഇതാ ഇളക്കി കഴിഞ്ഞ് ഒക്കെ ഏകദേശം വെന്ത. അപ്പോൾ അതിന് നമ്മൾ കുറച്ചെടുത്ത് ഇങ്ങനെ കയ്യിലാക്കുമ്പം ഒട്ടാത്തൊരു പരിവാവും. അപ്പം ഏകദേശം ഇങ്ങനെ ഉരുട്ടിയാലൊക്കെ ശരിക്കൊരു ബോൾ പോലെ തന്നെ കഴിച്ചു നോക്കുമ്പോഴും പൂർണ്ണമായും വെന്ത പോലൊരു ഫീൽ വരും. ആ സമയത്താണ് നമ്മളിത് നിർത്തണം കേട്ടോ. അങ്ങനെ നമ്മൾ ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ആക്കണമല്ലോ ആദ്യം. അപ്പോൾ സെറ്റ് ആക്കാനായിട്ട് ഞാനത് ഇങ്ങനൊരു ബൗളാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇത് നല്ലോണം കുത്തി അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കട്ടോ, എന്നാലേ അതൊന്ന് സെറ്റായി വരുള്ളൂ. അങ്ങനെ ഇതിലേക്കൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മേലെ കാണാനൊരു മഞ്ചിന് വേണ്ടിയിട്ട് ഒരു 4 കാഷ്യൂം കൂടി വെച്ചിട്ട് ഒരു മല്ലിയിലൊന്നും ഹലുവയിൽ ആരോടൂല, കിടക്കട്ടെ ഒന്ന് ഭംഗിക്ക്. അങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്ത് കഴിക്കട്ടോ. അങ്ങനെ തണുക്കാനുള്ള ക്ഷമൊന്നും ഇല്ലാതെ തന്നെ ഞാനതെടുത്ത് സെർവ് ചെയ്യൽ തുടങ്ങി. കഴിക്കുമ്പോൾ കുറച്ചൊക്കെ ചൂടുണ്ട് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് കരുതിയിട്ട് ഞാനത് അൺമോൾഡ് ചെയ്തത്. ഇനി പക്ഷേ വേണ്ടത്ര അങ്ങോട്ട് സെറ്റായിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പം റൂം ടെമ്പറേച്ചറിൽ വെച്ച് നല്ലോണം സെറ്റായതിന് ശേഷം എടുത്താൽ മതി. അപ്പോൾ എപ്പോഴും വാങ്ങി കഴിക്കണ ഹലുവല്ലാതെ ഇതേപോലെ വീട്ടിലൊന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കണം. എല്ലാ ടേസ്റ്റും വേണമല്ലോ എന്ന് അറിയാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ കാണാം. ബൈ.